നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അഡ്മിറ്റ് ആക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളുണ്ട് ഗ്യാപ്പിട്ട് നിർത്തിയേക്കാം. ഇവളോട് അടുക്കരുത്, ഇവളിങ്ങോട്ട് അടുത്തടുത്ത് വരിക. അപ്പൊ ഞങ്ങൾ പുറകോട്ട് വലിഞ്ഞ് ഓടുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. കുഞ്ഞുവാവയ്ക്ക് ഭയങ്കര പനിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര വഴക്കായതുകൊണ്ടാണ് എല്ലാ സമയത്തും ആ സൈഡിൽ പിടിച്ചിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇന്ന് വണ്ടി നിർത്തിയിട്ടൊരു വീഡിയോ ഇൻട്രോ എടുത്തത് അവൾ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. അവിടെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. അത് പോരാത്തതിന് നമ്മുടെ നാട്ടിൽ ഹർത്താലാണ്. അപ്പോൾ അതിനിടയ്ക്കൂടെ നമ്മൾ കൊച്ചിനെ കൊണ്ട് പോരുവാണ്. ഭയങ്കര പനിയാണ്. രാത്രിയിലൊക്കെ കിടന്നുറങ്ങിയിട്ടില്ല അവള്. ഭയങ്കര കുറുപ്പ്, ശ്വാസം മുട്ടല് അല്ലേ. ആദ്യക്കുഞ്ഞിനാണേലും ഭയങ്കര ചുമയും ജലദോഷവും പനിയുണ്ട്. അവന് പിന്നെ അതിനുള്ള മരുന്ന് വീട്ടിൽ ഇരിപ്പുണ്ട്. രണ്ടുപേരെ കൊണ്ടുപോകാൻ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവനെ ആ മരുന്ന് കൊടുത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഇവളെ കൊണ്ട് പോവാണ്. അത്യാവശ്യമായിട്ട് അറിയത്തില്ല. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കുമോ ഒന്നും അറിയത്തില്ല. കാരണം കുഞ്ഞായതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടുന്നില്ല. ഭയങ്കര സൗണ്ടാണ് ശ്വാസം വിടുമ്പോ അല്ലേ. കയ്യിൽ നിന്ന് താഴോട്ട് വെക്കാൻ പറ്റുന്നില്ല. കയ്യിലാകുമ്പോ ഇങ്ങനെ പൊക്കി വെക്കുമ്പോ അവർക്ക് ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. നിലത്ത് ഇങ്ങനെ നേരെ കിടക്കുമല്ലേ. ഇച്ചിരി തല പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിടക്കുന്നില്ല, കൈ തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ കണ്ണും ഒക്കെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇതായി, ഒരു വകയായി കൊച്ച്. പെട്ടെന്ന് ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. തുള്ളി പോലും ഉറങ്ങിയില്ല അല്ലേ. തുള്ളി പോലും 1:30 വരെ കിടന്ന ഇച്ചായന്റെ കയ്യിലിരുന്ന് എന്റെ കൈക്കകത്തിരുന്ന് ഒരു 12 മണി തൊട്ട് 1:30 വരെ ഇരുന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങിയിട്ടേ ഇല്ല. ഭയങ്കര വഴക്കാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ ചെല്ലട്ടെ. ചെന്നിട്ട് അവര് ഓൾറെഡി ഹോസ്പിറ്റലിലുള്ളതുകൊണ്ട് ചീട്ട് എടുത്ത് വെച്ചു കേട്ടോ. അവര് ചീട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 16ാമത്തെ ടോക്കണാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ചെന്നിട്ട് ഇനി എന്താണെന്ന് അറിയത്തില്ല. ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതെ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നെബുലൈസേഷൻ എടുക്കാനായിട്ട് നമ്മൾ കൊണ്ടിരുത്തിയേക്കാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടു അല്ലേ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാ പറഞ്ഞു, തൊണ്ടയിൽ കഫക്കെട്ടുണ്ട്, ചെസ്റ്റിലോട്ടായിട്ടില്ല. അപ്പോൾ തൊണ്ട വരെ ഉണ്ട്. തൊണ്ടയിൽ മൂക്കെല്ലാം അടഞ്ഞിരിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞ് കൂടിയിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നെബുലൈസേഷൻ എടുക്കാൻ പറഞ്ഞു. 2 പ്രാവശ്യം നെബുലൈസേഷൻ എടുക്കാൻ പറഞ്ഞു. പിന്നെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പക്ഷേ വീട്ടിലില്ല. അപ്പോൾ ഇവിടുന്ന് 2 പ്രാവശ്യം എടുത്തിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ മരുന്നും കാര്യങ്ങളൊന്നുമില്ല. മൂക്കിലൊഴിക്കാൻ ഒരു തുള്ളി മരുന്നുണ്ടല്ലേ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഇവൾക്ക് നെബുലൈസേഷൻ ഉണ്ടായിരുന്നു. നെബുലൈസേഷൻ 2 പ്രാവശ്യം എടുത്തു. അതുകൊണ്ട് കുറച്ച് താമസിച്ചല്ലേ, ഒരു മണിക്കൂർ അടുത്ത് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് പോവാണ്. ഇനി ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് 3 ദിവസം നോക്കുക. 3 ദിവസം നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം. എന്നിട്ട് നെബുലൈസേഷൻ കണ്ടിന്യൂസ് കൊടുക്കണം. പിന്നെ സക്ഷൻ ചെയ്യണം കുറഞ്ഞില്ലെങ്കിൽ. അതെ, കഫം കയറി കട്ടയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പോവുകയല്ല, പിന്നെ സക്ഷൻ ചെയ്തെടുക്കാതെ പോവുകയല്ലെന്ന് പറഞ്ഞു. ഇപ്പം നിലവിൽ മൂക്കിലും തൊണ്ടയിലും ഉള്ളൂ. ഇപ്പം മൂക്കിലൊഴിക്കാൻ തുള്ളി മരുന്നുണ്ട്, വേറെ മരുന്നൊന്നുമില്ല. പാല് നല്ലോണം കുടിപ്പിക്കണം. അതെ, പിന്നെ പാല് കുടിയില്ല, വയറ്റിൽ പോയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴുകി കുറവാണേലൊക്കെ അപ്പം തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാതെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ. ഇവിടെ ഒരാൾ ചുമയാ. ഇതിങ്ങനെ വലിയ പഴയ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നല്ല, ഭയങ്കര അതുപോലെ സൗണ്ടാണ് ചുമയ്ക്കുമ്പോൾ. അർത്ഥം അതുപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വരെ വന്നല്ല നമുക്ക് അവരുടെ അടുത്തുനിന്ന് പോകണം. അവരുടെ അടുത്തേക്ക് കയറി പോകാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും പനിയും ജലദോഷവും ആയതുകൊണ്ട് വരുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോയി കണ്ടിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞു. എന്തായാലും എന്റെ അടുത്ത് വരാതെ പോകത്തില്ലെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു. എനിക്ക് കൊച്ചിനെ കാണണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങളെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. പുറത്ത് പോയി തലയിട്ടൊന്ന് എത്തി നോക്കിയിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് കയറട്ടെ കേട്ടോ. കയറുന്ന കരച്ചില്ല, നിർത്തട്ടെ. ഞങ്ങൾക്ക് ഇവിടെ വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഫോൺ എടുത്തിട്ട് പൊക്കുമ്പോഴത്തേക്ക് ആരും നോക്കിച്ചിരിക്കും. അറിയുന്നവരെ കണ്ട് മടുത്തു. അതുകൊണ്ട് വീഡിയോ എടുപ്പ് നടക്കുന്നില്ല. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വീണ്ടും അടുത്ത ആളെ കണ്ടു. അതെ. ഇപ്പം തിരക്ക് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ ഉച്ചയായി 1:50 സമയം. അതെ. അങ്ങനെ നമ്മൾ അവസാനം അവളുടെ അടുത്തേക്ക് പോവുകയാണ്. അവളല്ലേ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഒരു അകലം പാലിച്ച് നിന്നോണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്ത് ചെയ്യടി ഇങ്ങോട്ട് അതാ നിൽക്കുന്നു. അവിടെ നിന്ന് കൈയും കാലും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.
നിൽക്കുന്നു. എവിടെ? ആ ഓക്കെ. നീ അകത്തോട്ട് കയറിക്കേ, നീ അകത്ത് കയറിക്കേ, ഇവിടെ നിൽക്കണ്ട, നീ അകത്ത് കയറിക്കേ. ഞങ്ങൾ ഈ വാതൊക്കെ നിൽക്കുള്ളൂ അല്ലേ, നമ്മളൊരു ഗ്യാപ്പിട്ടേ നിൽക്കുള്ളൂ. ആണ് പനിക്കാരാണ്, ഞങ്ങൾ ഇച്ചിരി അകന്ന് നിൽക്കുള്ളൂ. നീ അകത്താ ബെഡേ പോയിരുന്നേടി കേട്ടോ, ഇരുന്നോ. നീ അവിടെ നിന്ന്, നിങ്ങൾ രണ്ടുപേരും എടുക്കണ്ട, ഇച്ചിരി അകന്ന് നിന്നാൽ മതി. ഉറങ്ങുക. ആ അവിടെ പോയി പിന്നെ വിഷമിച്ചിട്ട് അത് സാരമില്ല, അവിടെ നിന്നാൽ മതി. നീ തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞാൽ മോൻ കാണിച്ച് വെടിത്ത് പിടിക്കാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ എടി, വേണ്ടേ പ്രശ്നമൊന്നും ബുദ്ധിമുട്ടാവുന്നു. ആ കുറുപ്പും പനിയും ജലദോഷം എല്ലാം ഉണ്ടല്ലോ. ഇത് 2 പ്രാവശ്യം എടുക്കണമായിരുന്നു. ആദ്യം ഒന്ന് എടുത്തു, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഇവിടം വരെ നടന്ന് അങ്ങോട്ട് കയറുന്നില്ല, വല്ലാത്തൊരു ജലദോഷം പനിയാ. അതുകൊണ്ടാണ് ഇതിലെ വരാതെ പോകാൻ നോക്കിയത്. പക്ഷേ നീ വരാനും മേലെ വരാതിരിക്കാനും മേലെ തോന്നുന്നില്ല, അവസ്ഥയായി പോയി. ഇപ്പോൾ ഒരാൾക്ക് വന്ന ജലദോഷമാണ്, വീട്ടിലുള്ള എല്ലാവർക്കും ആയി. അപ്പോൾ ആ ജലദോഷത്തിൻ്റെ തീവ്രത ഭയങ്കരമാണ്. ശരി, ആ കഥ അടച്ചിട്ട് അപ്പുറം സംസാരിക്കാം. തുടങ്ങിയ ആൾക്ക് ഇച്ചിരി കുറഞ്ഞു, പക്ഷെ ഭയങ്കര കഫക്കെട്ട. ഐസിയുല് ആ ചില്ലിട്ടിട്ട് എങ്ങനെയുണ്ട്? എന്നിട്ട് ഡോക്ടർ വന്നിട്ട് എന്നാ പറഞ്ഞെന്ന്? ശരി, ടാറ്റാ, ബൈ ബൈ. ഒരാൾ ഓടുന്നു. ഇതുണ്ട്, ഞങ്ങൾ ഭൂമി കയറാതിരിക്കാൻ വേണ്ടി വാതിക്കൽ കസേര ഇട്ടിരുന്ന കണ്ടോ. ഇത് ഞങ്ങളുണ്ട് കണ്ടോ, നിർത്തി കഷ്ടപ്പെടുത്തേക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ അല്ലേ? കണ്ടോ, ആ കൈ വെച്ചോ, ആ 2 പേരും കൈ വെച്ച് അടച്ചു വെച്ചേക്കാണ്, അകത്ത് കയറരുത്. ഞങ്ങൾ കണ്ടോ ഗ്യാപ്പിട്ട് നിർത്തിയേക്കാം. ഇവളോട് അടുക്കരുത്, ഇവളെങ്കിലോട്ട് അടുത്തടുത്ത് വരിക. അപ്പൊ ഞങ്ങൾ പുറകോട്ട് വലിഞ്ഞ് ഓടുക. അയ്യോ, എന്തൊരു അവസ്ഥയാണ്. ജലദോഷമായി പോയി, എന്നാ ചെയ്യാനാ. അതെ, ഇപ്പൊ കുറെ സമയമായി. ഇവ 2-3 പ്രാവശ്യം കൊച്ചു കരച്ചിൽ നിർത്തിക്കൊണ്ട് നമ്മളിവിടെ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പയ്യെ ഇരുന്നിരുന്ന് പുറത്ത്. ഇത് വാതൊക്കെ കസേരയിട്ട് ഇരിക്കുന്നത്. പിന്നെ അതെ അല്ലേ. ആ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ആ വീഡിയോയ്ക്ക് ഒരു വൈൻഡപ്പ് പോലും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. കാരണം അവരുടെ അടുത്ത് ഞങ്ങളൊരു പുറത്ത് നിന്ന് തന്നെ ഒരു 2 മണിക്കൂർ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം നീണ്ടുപോയി. പെട്ടെന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് പോരണം നിർത്താം. 2 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങൾ പുറത്ത് തന്നെ നിന്ന് വർത്താനം പറഞ്ഞു. പിന്നെ എന്തായാലും ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും സന്ധ്യ ആവാറായി. ഇപ്പോൾ സമയം 6:30 ആവുന്നു. ചീവിൻ്റെയൊക്കെ സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഈ വീഡിയോയുടെ ബാക്കി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകുന്നതാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടും വേദനയും ചുമയും തുമ്മലും ജലദോഷവും. മമ്മിക്കും അതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ചു. നല്ല ജലദോഷമാണ്, പറ്റുന്നില്ല മമ്മിക്കും. ഇവിടെ വന്ന് കയറി വീട്ടിലോട്ട് വന്ന് കയറിയാൽ പിടിക്കുമെന്ന് ഉറപ്പായിരുന്നു. മമ്മിക്ക് ആശുപത്രി വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഒട്ടും പറ്റിയില്ല. ഭയങ്കര തുമ്മലും ജലദോഷമാണ്. പിന്നെ എനിക്കായിപ്പോൾ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്നുള്ളൂ. അവർക്കും ഭയങ്കര ചുമയും ഭയങ്കര ശ്വാസം മുട്ടലും ഒക്കെയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.